എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞിരുന്നല്ലോ നമ്മൾ വാഗമണ്ണിൽ നിന്ന് നേരെ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നുള്ളത്. അപ്പൊ നമ്മൾ മൂന്നാറിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പൊ പോകുന്ന വഴിയിൽ 1-2 സ്ഥലങ്ങളും കൂടി കവർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിരുന്നു നമ്മുടെ ഡ്രൈവർ. അപ്പൊ KPM എന്ന് പറയുന്ന ഒരു വില്ലേജിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കാണാനായിട്ട്. അപ്പൊ ഇത് കുറച്ച് ഉള്ളിലേക്കാണ് കേട്ടോ ഇരിക്കുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ ഞാനിപ്പോൾ ഓർക്കുന്നില്ല. വലിയ തിരക്കൊന്നും ഇല്ലാത്തൊരു സ്ഥലമായിരുന്നേ. നല്ല രസമാണ് ഇവിടെ. പ്രത്യേകിച്ച് ഇവിടെ കുട്ടവഞ്ചിയും പിന്നെ വള്ളത്തിൽ പോകുന്ന സംഭവം അതൊക്കെയാണ് ഉള്ളത്. അപ്പൊ ഞാൻ ഫസ്റ്റ് ടൈം ആണ് കുട്ടവഞ്ചിയിൽ കയറുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ ആണെങ്കിൽ ചെറിയൊരു ഫാമൊക്കെ ഉണ്ട്. വളരെ ചെറിയൊരു സ്പേസിലാണ് അവർ ഇതൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ അതേ കണ്ടോ, ഈ ഒരു കുട്ടവഞ്ചിക്കകത്ത് ഇരുന്ന് നമ്മൾ പോകുന്ന സമയത്ത് ആ കായലിനകത്ത് തന്നെയുള്ള മീനിന് നമുക്ക് ഫുഡ് കൊടുക്കാൻ പറ്റും. അതാണ് ഇവിടെ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ ഇതൊരു ടൂറിസ്റ്റ് വില്ലേജ് ആണ്. പിന്നെ ഇവിടെ കുറച്ച് ഫോട്ടോ എടുക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്, ലൈറ്റ് അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ. പിന്നെ മെയിനായിട്ട് പറയുന്നത് ഫിഷ് സ്പാ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കൊട്ടവഞ്ചി അത് തന്നെയാണ് മെയിൻ. പിന്നെ അവിടെ പ്രത്യേക ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. മീനിനെ തൊടാൻ പാടില്ല, പിടിക്കരുത് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നേരെ താഴേക്ക് വന്നിട്ട് ആദ്യമേ തന്നെ ടിക്കറ്റ് എടുക്കണമായിരുന്നു. ടിക്കറ്റ് എടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഓൾറെഡി ഇവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. അപ്പോൾ ബോട്ട് പാസ് ഇവിടെ എടുക്കണം. ഒത്തിരി ആൾക്കാർ ഇവിടെ വന്നിരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഒരു കൊട്ടവഞ്ചിക്കകത്ത് മാക്സിമം 10 പേര് കൊള്ളുമെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ നമ്മൾ കയറുന്നതിന് മുന്നേ തന്നെ നമുക്ക് ജാക്കറ്റ് ഇട്ട് തരും. അപ്പോൾ എനിക്കും ഹസ്ബൻഡിന്റെ മോൾക്കും ഒക്കെ നല്ല ടൈറ്റ് ആയിട്ട് തന്നെ അവിടെ നിന്ന ഒരു അങ്കിള് നമുക്ക് ജാക്കറ്റൊക്കെ ഇട്ട് തന്നായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ കഴിഞ്ഞ ദിവസം വാഗമണ്ണിൽ പോയപ്പോൾ ബോട്ടിങ്ങിന് പോയപ്പോൾ അവരെ നമുക്ക് ജസ്റ്റ് ഒന്നൊരു ജാക്കറ്റ് എടുത്ത് തന്നതേ ഉള്ളൂ കേട്ടോ. അതെങ്ങനെയാണ് ഇടേണ്ടതെന്നൊന്നും പറഞ്ഞൊന്നും തന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഒത്തിരി പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടായി. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, കുറച്ചും കൂടി നല്ല സേഫ്റ്റി ഒക്കെ അവർ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ അതേ നമ്മൾ നമ്മുടെ കൊട്ടവഞ്ചിയിൽ കയറി ഞങ്ങൾ 3 പേര്, ഞങ്ങളൊരു ഫാമിലി ആയതുകൊണ്ട് നമുക്കൊരു കൊട്ടവഞ്ചി തന്നായിരുന്നു കേട്ടോ. ഇത് തുഴയുന്ന ആള് ഒരു നോർത്ത് ഇന്ത്യൻ ആണ്. പുള്ളിക്ക് മലയാളമൊക്കെ അറിയാം സംസാരിക്കാനായിട്ട്. നമുക്കിങ്ങനെ മീനിനുള്ള ഫുഡ് ഇങ്ങനെ ഒരു ബക്കറ്റിനകത്ത് തരുവേ. അപ്പോൾ അത് നമ്മളിങ്ങനെ വെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പം ഞങ്ങൾക്ക് അത് അറിയത്തില്ലായിരുന്നു. ഞങ്ങൾ വെള്ളത്തിന്റെ മേലെയാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ അത് കണ്ടോ, ഈ മീനുകൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നേ. എന്ന് വെച്ചാൽ കുറച്ച് വലിയ മീനാണ്. അപ്പോൾ അത് കടിക്കുമെന്നൊക്കെ ഉള്ളൊരു പേടി. അപ്പോൾ അയാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് കടിക്കത്തില്ല, കടിക്കാത്ത മീനാണ്, വേറൊന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട്. വെള്ളത്തിനകത്തേക്ക് നമ്മൾ കൈയിട്ട് ഈ ഫുഡ് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ അത് വന്ന് കഴിച്ചിട്ട് പോകും. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഭാഗത്തേക്ക് വരുന്നവർ ഉറപ്പായിട്ടും മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ്. പിന്നെ അത് ഞങ്ങളടുത്ത് ഫിഷ് സ്പായിലേക്ക് കയറുന്നുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്. ഞങ്ങളിവിടെ ചെന്നൈയിൽ സ്പെൻസർ പ്ലാസയിൽ പോകുമ്പോൾ അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ, ഇങ്ങനെ ഫിഷ് സ്പാ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെയും കയറിയിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് കയറുന്നത്. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര ഒരു ഇക്ലി കൂട്ടുന്ന പോലത്തെയൊക്കെ ഒരു ഇതായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഒരുപാട് ഫസ്റ്റിലത്തെ ഒരു അനുഭവം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒത്തിരി ഒരു എക്സൈറ്റ്മെൻറ്റും അതുപോലെ തന്നെ പേടിയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം ഞാനിങ്ങനെ ഹസ്ബൻഡിനോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഹസ്ബൻഡിൻ്റെ കാലിലാണ് ഒത്തിരി മീൻ നിൽക്കുന്നത്. അപ്പോൾ ഇത് സക്കർ ഫിഷ് ആണ്. അപ്പോൾ അതിന്റെ പല്ലെടുത്ത് കളഞ്ഞിട്ടാണ് അത്രയും അവർ അതിനകത്തേക്ക് ഇട്ടേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ കടിക്കത്തില്ല. നമ്മുടെ കാലിലുള്ള ഡേർട്ട് എല്ലാം തിന്ന് അത് നമ്മുടെ കാല് നന്നായിട്ട് ക്ലീൻ ചെയ്ത് തരുന്നൊരു സംഭവമാണ്. നല്ലൊരു മസാജ് കിട്ടുന്ന ഒരു എഫക്റ്റ് തന്നെയാണ് കാലിന്. അങ്ങനെ എൻ്റെ കാലിൽ ഒട്ടും തന്നെ മീൻ വന്നിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കാലിൽ അഴുക്കില്ല, ഹസ്ബൻഡിന്റെ കാലിൽ ഒരുപാട് അഴുക്കുള്ളത് കൊണ്ടാണ് ഫിഷ് വന്ന് ഇങ്ങനെ കൂടി നിൽക്കുന്നതെന്നൊക്കെ. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ റിസോർട്ടിലേക്ക് വന്നിട്ടുണ്ട്. മൂന്നാറിൽ ഞങ്ങൾ രഗാലിയ മൂന്നാർ എന്ന് പറയുന്നിട്ടൊരു റിസോർട്ടിലാണ് വന്നേക്കുന്നത് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ കോട്ടേജ് പോലെയാണ് ഇരിക്കുന്നത്. ഞങ്ങളിത് ഒരുപാട് റിവ്യൂസ് ഒക്കെ നോക്കിയിട്ട് മൂന്നാറിൽ കുറച്ചും കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫാമിലിക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു റിസോർട്ട് ഞങ്ങൾ അന്വേഷിച്ച് അവസാനം നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ ഹസ്ബൻഡാണ് ഈ റിസോർട്ടുകളെല്ലാം കണ്ടുപിടിച്ചത്. അപ്പോൾ പുള്ളിയുടെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചിട്ട് അല്ലാതെ നമ്മൾ ഗൂഗിളിലൊക്കെ റിവ്യൂ നോക്കി യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയിട്ട് നമുക്ക് നമ്മുടെ ബഡ്ജറ്റിന് ഒത്ത് വരുന്ന ഒരു സ്ഥലം നോക്കിയിട്ടാണ് എടുത്തത്. അപ്പോൾ ഇത് ചിന്നക്കനാൽ റോഡാണ് വരുന്നത്. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് മൂന്നാറിലല്ല ഇരിക്കുന്ന റിസോർട്ട്. അപ്പോൾ നമ്മുടെ സൂര്യനെല്ലി റോഡ്, അതുപോലെ ദേവികുളം, ചിന്നക്കനാൽ എന്നൊക്കെ പറയത്തില്ല, ആ സ്ഥലത്താണ് ഇരിക്കുന്നത്. ശരിക്കും ഈ ലൊക്കേഷൻ വരുന്നത് ചിന്നക്കനാലിലാണ് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ കുഞ്ഞ് വീടുകൾ പോലെയാണ് ഇങ്ങനെ തന്നേക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ളൊരു റൂം സെലക്ട് ചെയ്യാൻ പറഞ്ഞായിരുന്നു കേട്ടോ. നമ്മൾ ലാസ്റ്റ് റൂമാണ് സെലക്ട് ചെയ്തേക്കുന്നത്. പക്ഷെ നമ്മൾ വാഗമണിൽ വന്നിട്ട് അവിടുത്തെ വലിയ ആ ഒരു ലക്ഷറി റൂമിൽ വന്നിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്കും ഇത് ഭയങ്കര ചെറുതായിട്ട് തോന്നി. നമ്മളങ്ങനെ കമ്പയർ ചെയ്യാൻ പാടില്ലല്ലോ, അത് ശരിയല്ല. എന്നാലും ഞാൻ പറഞ്ഞു
കുറഞ്ഞതാണ്. അവിടെയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല സ്പേഷ്യസ് ആയിട്ട് തോന്നി, കുറച്ചും കൂടി നല്ല വെട്ടമുള്ളതുപോലെ തോന്നി. പക്ഷെ ഇവിടുത്തെ ലൈറ്റ്സ് ഒക്കെ ഭയങ്കര ഡിമ്മായിട്ടാണ് തോന്നിയത് കേട്ടോ. ഒത്തിരി അങ്ങനെ വെട്ടമുള്ളതായിട്ട് തോന്നിയില്ല. പകല് ഈ ഒരു സ്ഥലത്തുള്ളൊരു ബ്യൂട്ടി വേറെയാണ്. നൈറ്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടി എനിക്ക് നല്ല പേടിയായി, എന്തോ ഒരു പോസിറ്റീവ് എനർജി ഇല്ലാത്ത പോലെ ഫീൽ ചെയ്ത് കേട്ടോ. അത് 1-2 ഇൻസിഡന്റ് ഇവിടെ നടക്കുകയും ചെയ്തു. ഞാനത് നമ്മുടെ ട്രാവൽ വ്ലോഗ് കഴിഞ്ഞിട്ട് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് വരുന്നതിൽ ഞാൻ ഷെയർ ചെയ്യാം നമ്മുടെ ഒരു എക്സ്പീരിയൻസ്. അങ്ങനെ നമ്മൾ വന്നിട്ട് ഉടനെ തന്നെ ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോയി. അപ്പോൾ ഇവിടെയാണെങ്കിൽ വേറെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും പൂളും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആമി കുറച്ച് കലിപ്പിലാണ്. പക്ഷെ അവൾക്ക് ഈ ഒരു ഊഞ്ഞാല് കണ്ടപ്പോഴത്തേക്കും വന്ന ഉടനെ തന്നെ അതിൽ കയറിയിരിക്കാൻ തുടങ്ങിയതാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വരും, വന്ന് ഈ ഊഞ്ഞാലിൽ വന്നിരിക്കും. പിന്നെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സ്ഥലമായിട്ട് എനിക്ക് തോന്നിയതിൻ്റെ കാരണം ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ്. പിൻ ഡ്രോപ്പ് സൈലൻ്റ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെയാണ്. ഭയങ്കര രസമാണ് ഇവിടെ വന്നിരിക്കാനായിട്ട്. പകൽ സമയത്താണ്. അപ്പോൾ ഒരുപാട് പക്ഷികളുടെ സൗണ്ടും നിങ്ങൾക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ കേൾക്കുന്നുണ്ടായിരിക്കും. നല്ല രസമാണ് കേട്ടോ. നമുക്ക് നല്ല കാമായിട്ട് ഒന്നും ചിന്തിക്കാതെ കുറച്ച് ദിവസം നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ ഇവിടുത്തെ റേറ്റ് വരുന്നത് 3500 രൂപയാണ് പെർ ഡേ ഒരു നൈറ്റിന്. അപ്പോൾ നമ്മൾ 3 ദിവസം നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ല നല്ല ചീപ്പ് റേറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് ആളുകൾ മെയിനായിട്ട് വരാത്തതിൻ്റെ ഒരു കാരണം ഒന്നാമത്തത് ഉള്ളിലേക്കാണ്. പിന്നെ ഇങ്ങോട്ട് വരുന്ന വഴിയൊക്കെ ഭയങ്കര മോശമായിരുന്നു കേട്ടോ. ഒരുപാട് റോഡിൻ്റെ പണിയൊക്കെ നടക്കുന്നേ ഉണ്ടായുള്ളൂ. അപ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു യാത്ര. അപ്പോൾ മെയിൻ മൂന്നാറിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ തന്നെ ഇവിടെ നിന്ന് ഏകദേശം ഒരു 1-1.5-2 മണിക്കൂറെങ്കിലും എടുക്കും. 1 മണിക്കൂറെങ്കിലും ഒക്കെ എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത് ഭയങ്കര ഒരു കുറവാണ്. അപ്പോൾ കൂടുതൽ നോർത്ത് ഇന്ത്യൻ സാധനം ഉണ്ടായിരുന്നത്. ഞങ്ങൾ ഈവനിങ് ആണ് ഇവിടെ എത്തിയത് കേട്ടോ. മറ്റേ KPM കയറിയിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്കും ലേറ്റായി. ഈവനിങ് ആണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് തന്നെ. ലഞ്ച് കഴിച്ചത് 4:30-ക്കാണ്. പിന്നെ നൈറ്റിലത്തെ വ്യൂ നിങ്ങൾ കണ്ടല്ലോ, കുറച്ചൊന്ന് ഡാർക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട്. 6 മണിയായപ്പോൾ എഴുന്നേറ്റു. അപ്പോൾ അതുപോലെ തന്നെ എനിക്കാണെങ്കിൽ നല്ല കോൾഡും ചുമയായിരുന്നു കേട്ടോ. ഞാൻ ഈ ചുമയും കൊണ്ടാണ് ഇവിടത്തേക്ക് വന്നത്. പക്ഷേ എനിക്ക് ചെന്നൈയിൽ നിന്നതിനേക്കാളും കുറച്ചും കൂടി കംഫർട്ടായിട്ട് തോന്നി. കാരണം ചെന്നൈയിൽ ഭയങ്കര തണുപ്പും മഞ്ഞും ആയിരുന്നു ഈ ഒരു സമയം. അപ്പോൾ അത് നമ്മൾ രാവിലെ തന്നെ സൈറ്റ് സീയിങ്ങിന് പോകുന്നുണ്ട്. കാർ ഓൾറെഡി വേറൊരു കാർ നമ്മൾ ബുക്ക് ചെയ്തു. നമ്മളെ വാഗമണിൽ നിന്ന് കാറ് കൊണ്ടുവന്ന് ആ ചേട്ടൻ തിരിച്ചു പോയി. ഇവിടെ വന്നിട്ട് നമ്മൾ വേറൊരു കാർ ബുക്ക് ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അത് ഇവിടെയും ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിരുന്നു. ബൊഫേ തന്നെയാണ്. അവിടുത്തെ അത്ര ഒരുപാട് ഡിഷസ് ഒന്നും ഇല്ല, പക്ഷെ എന്നാലും അത്യാവശ്യം ഡിഷസ് ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഇഡ്ഡലിയും സാമ്പാറും, പിന്നെ സേമിയ ഉപ്മാവ്, പിന്നെ ബ്രെഡും ജാമും, പിന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്തത്, കോഫി, ടീ, പിന്നെ പഴംപൊരി ഉണ്ടായിരുന്നു, ബട്ടൂരയും ചന്ന മസാലയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ എന്തായാലും നമ്മൾ രാവിലെ വന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം ഇവിടെ വന്നൊന്ന് വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. ഏകദേശം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്. ആമി ഇതേപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഇരുന്ന് ഊഞ്ഞാലാടുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നത്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഡ്രൈവർ വരാനായിട്ട് 9:30 ആവുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇന്ന് ന്യൂ ഇയറിൻ്റെ തലേന്നാണ്, 31 ഡിസംബർ 31 ഈ വ്ലോഗ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് രാവിലെ ഇവിടെ വന്ന് ഇരിക്കാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, പകൽ ഈ ഒരു സ്ഥലത്തിനൊരു പ്രത്യേക ഭംഗിയും രാത്രി ആകുമ്പോൾ കുറച്ച് പേടിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത, ഈ ഒരു സ്ഥലത്ത് വന്നിരുന്നാൽ റിസോർട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ നമുക്ക് സൂര്യോദയവും കാണാൻ പറ്റും, അതുപോലെ തന്നെ ചിന്നക്കനാൽ ലേക്കും കാണാൻ പറ്റും. ഈ ഒരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയാണ് ശരിക്കും ഇവിടെ എല്ലാവരും വരുന്നത്. പിന്നെ കൊളുക്കുമല എന്ന് പറഞ്ഞിട്ടൊരു ലൊക്കേഷൻ ഉണ്ട് കേട്ടോ. അടിപൊളിയാണ്. പക്ഷെ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. അത് രാവിലെ 4:30 ഇവിടെ നിന്ന് കൊണ്ടുപോകത്രേ. അത് ട്രക്കിംഗ് ഏരിയ ആണ്. അപ്പോൾ നമുക്ക് ഹസ്ബൻഡിന് പോകാൻ പറ്റും. പക്ഷെ അവർ റേറ്റ് പറഞ്ഞത് ഒരാളിനാണെങ്കിൽ 6000-ഉം ഫാമിലി ആയിട്ട് പോവുകയാണെങ്കിൽ 3000-ഉം ആണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് അതിരാവിലെ ഒന്നും എഴുന്നേറ്റ് പോകാൻ പറ്റത്തില്ല. ആമിയം കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ എനിക്ക് നല്ല കോൾഡ് ഉണ്ട്. പിന്നെ ജീപ്പിലാണ് പോകുന്നത്, ട്രക്കിംഗ് ആയ കാരണം കൊണ്ട്. അപ്പോൾ നമുക്ക് നല്ലപോലെ ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ വരും. ശരിക്കും നമുക്കത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. അതിനാണ് മെയിനായിട്ട് വന്നത് എൻ്റെ ഹസ്ബൻഡ്. പക്ഷെ അത് നടന്നില്ല കേട്ടോ. അത് ഹസ്ബൻഡ് തനിയെ വരുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് നടക്കുമെന്ന് തന്നെ അറിയത്തില്ല. അങ്ങനെ ഒരു ഐഡിയയിലാണ് ഇരിക്കുന്നത്. പിന്നെ അത് നമ്മൾ സൈറ്റ് സീയിങ്ങിന് വന്നിട്ടുണ്ട്. ആദ്യമേ തന്നെ ചിന്നക്കനാൽ വാട്ടർഫാൾസിലാണ് വന്നേക്കുന്നത്. ഇത് മെയിൻ റോഡിലാണ് കേട്ടോ ഇരിക്കുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കും മഴയൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് വെള്ളം ഭയങ്കര കുറവായിരുന്നു. പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണേ.
പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന വഴിയിൽ തന്നെ റോക്ക് കേവ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. അതിങ്ങനെ നമുക്ക് കണ്ടാൽ വെറുതെ പാറ പോലെ ഇരിക്കും, പക്ഷെ ഇതിനകത്തുനിന്ന് നമുക്ക് ഉള്ളിലേക്ക് കയറി പോകാൻ പറ്റും കേട്ടോ. പാതി വഴി പോയപ്പോഴത്തേക്കും തന്നെ ഹസ്ബൻഡിന് എന്തോ ഒരു ഭയങ്കര സ്മെല്ല് പോലെ തോന്നിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി. പിന്നീട് വന്ന ഡ്രൈവറിനോട് കാര്യം പറഞ്ഞപ്പോൾ പുള്ളിയാണ് പറയുന്നത് അവിടെ മൊത്തത്തിൽ ഈ ഇതുണ്ടല്ലോ വവ്വാലാണെന്ന്. അപ്പോൾ നമുക്കൊരു വല്ലാത്തൊരു സൗണ്ടും ഭയങ്കര ഒരു ബാഡ് സ്മെല്ലും ഒക്കെ തോന്നിയായിരുന്നു. ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയില്ല, ജസ്റ്റ് അവിടെ നിന്നൊരു ഫോട്ടോ എടുത്തിട്ട് തിരികെ വന്നു. പിന്നെ വരുന്ന വഴിയിൽ നേരെ വന്നിട്ട് ഒരു സ്ഥലത്ത് കരിക്ക് വിൽക്കുന്നുണ്ടായിരുന്നു. കരിക്ക് മേടിച്ചു കുടിച്ചു. അപ്പോൾ ഹസ്ബൻഡ് കരിക്ക് വിൽക്കുന്ന ആളിനോട് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ തൊട്ടടുത്ത് തന്നെയാണ് മൂന്നാർ ഫോട്ടോ പോയിന്റ് വരുന്നത്. അപ്പം അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഡ്രൈവർ മാക്സിമം എല്ലാ ലൊക്കേഷനും കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്ന് ഒരു ദിവസം കൊണ്ട് എന്തായാലും മൂന്നാർ കണ്ട് തീരത്തില്ല, അപ്പോൾ അതുകൊണ്ട് നെക്സ്റ്റ് ഡേയും കൂടി നമുക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വ്ളോഗ് ഞാൻ എന്തായാലും ഫ്രൈഡേ ഇടുന്നതായിരിക്കും. അപ്പോൾ അതേ ഇവിടുത്തെ ഫോട്ടോ പോയിന്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ മൂന്നാറിൽ വരുന്നവർക്ക് അറിയാമല്ലോ, അതൊരു പ്രത്യേക ഭംഗി തന്നെയാണല്ലേ. കഴിഞ്ഞ ദിവസം നമ്മുടെ വാഗമണിലെ വീഡിയോ കണ്ടിട്ട് കുറേ പേര് കമന്റ് അറിയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അവരുടെ എക്സ്പീരിയൻസും. അവർ 10 വർഷം മുമ്പ് നമ്മുടെ വാഗമണിൽ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് നമ്മുടെ ചാനലിൽ. അപ്പോൾ എനിക്ക് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം തോന്നി. ശരിക്കും ഞാൻ ഓരോ ട്രാവൽ വ്ളോഗ് ചെയ്യുമ്പോഴും നിങ്ങളെ കൂടി ആ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു എന്ന് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമാണ് കേട്ടോ. അങ്ങനെയും എനിക്കൊരു കമന്റ് വന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേരുടെ ഓർമ്മകൾ പുതുക്കിയെടുക്കാൻ പറ്റിയെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ബാക്ക് പാക്കിംഗ് ഒക്കെ ചെയ്യുന്നത് കാണിക്കാത്ത എന്താണെന്ന് ചോദിച്ചായിരുന്നേ. അപ്പോൾ എനിക്ക് അത് ഒരുപാട് ലെങ്ത് കൂടുതലായതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തതൊക്കെ കാണാനായിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ നമ്മൾ ട്രാവൽ ചെയ്ത സ്ഥലത്തൊക്കെയുള്ള ബാക്ക് പാക്കിംഗ് എല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട്, പക്ഷേ ഇത്തവണ ചെയ്യാത്തതിൻ്റെ കാരണം ലെങ്ത് കൂടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് തന്നെ വീഡിയോ ലെങ്ത് അത്യാവശ്യം കൂടുതലാണല്ലോ. പിന്നെ നമുക്ക് മൂന്നാറിലുള്ളൊരു എൻ്റെ ഒരു മെമ്മറി എന്ന് പറയുന്നത്, ഞാൻ +2 ആദ്യമായിട്ട് ഞാൻ എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ ടൂർ വന്നേക്കുന്നത് മൂന്നാറിലായിരുന്നു. അപ്പോൾ ഒരുപാട് നല്ല ഓർമ്മകളുണ്ട്. അപ്പോൾ എൻ്റെ അച്ഛൻ അങ്ങനെ ടൂറിനൊന്നും വിട്ടിട്ടില്ല കേട്ടോ. ആദ്യമായിട്ട് അച്ഛൻ വിശ്വസിച്ച് എന്നെ വിട്ട ഒരു ടൂറായിരുന്നു അത്. കാരണം കുറച്ച് കുട്ടികളാണ് ഉണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത്, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ട്രിപ്പ് മൂന്നാറിലേക്കായിരുന്നു കേട്ടോ. ഹസ്ബൻഡിൻ്റെ കസിൻ ഒരു സിസ്റ്ററിൻ്റെ മാരേജ്, സിസ്റ്ററിൻ്റെ റിലേറ്റീവിൻ്റെ ഒരു മാരേജ് ഉണ്ടായിരുന്നു ഇവിടെ വെച്ചിട്ട്, ഇടുക്കിയിൽ വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ വന്നതാണ്. അപ്പോൾ ആ ഒരു യാത്ര ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ട്രാജഡി ആയിരുന്നു. കുറേ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹസ്ബൻഡിൻ്റെ ആദ്യത്തെ മൂന്നാർ ട്രിപ്പും എൻ്റെ രണ്ടാമത്തെ മൂന്നാർ ട്രിപ്പായിരുന്നു അത്. പക്ഷേ അന്നേ നമ്മൾ തീരുമാനിച്ചിരുന്നതാണ് ഇനി ഉറപ്പായിട്ടും മൂന്നാറിലേക്ക് വരണം, നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യണം. പക്ഷെ അത് ആമിക്ക് 7 വയസ്സായപ്പോഴാണ് സാധിച്ചത്. ഞങ്ങളൊരു 7 വർഷം മുന്നേ പ്ലാൻ ചെയ്തതാണ്, ഇപ്പോഴാണ് നടക്കുന്നത്. അപ്പോൾ ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ടെന്ന് പറയുന്നത് ഇത്ര ശരിയാണല്ലേ. അപ്പോൾ അത് കാര്യം പറഞ്ഞാൽ നമ്മൾ ലോക്ക്ഹാർട്ട് ടീ ഫാക്ടറിയിൽ പോയി അവിടെ ടീ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു തന്നത്. അപ്പോൾ ഈ ടീ ഫാക്ടറിക്ക് അകത്ത് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല കേട്ടോ, നമുക്ക് പുറത്ത് നിന്നുള്ള വീഡിയോസ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷിലായിരുന്നു എൻ്റെ എക്സ്പ്ലനേഷൻ വരുന്നത്, കാരണം കൂടുതലും നോർത്ത് ഇന്ത്യൻസും ഫോറിനേഴ്സും ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറത്ത് തന്നെ ഇവിടെ ഹിസ്റ്ററി ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് തരത്തിലുള്ള ടീയെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ഇതെല്ലാം ഡെമോൺസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞിട്ട് പുറത്ത് വരുമ്പോൾ ഈ ഭാഗത്ത് നിന്നാണ് നമുക്ക് ഇങ്ങനെ സാമ്പിൾ ടീ നമുക്ക് കുടിക്കാനായിട്ട് തരും കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കട്ടൻ ചായ ഇടുന്നത് നമ്മൾ ചെയ്യുന്ന രീതി വളരെ തെറ്റെന്നാണ് പുള്ളി പറഞ്ഞു തന്നത്. സാറ് പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാൽ ഒഴിച്ചിട്ടുള്ള ടീ ഒരിക്കലും ഹെൽത്തി അല്ല, ഇന്ത്യൻസ് ആണ് ഇങ്ങനെ ടീ കുടിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് ഒട്ടും ഹെൽത്തി വേ അല്ല, ബ്ലാക്ക് ടീ ആണ് കുടിക്കേണ്ടത്. പിന്നെ വൈറ്റ് ടീ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ, അത് കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ അത് ഇഡ്ലി മൗണ്ടൈൻ എന്ന് പറയും ഈ ഒരു സ്ഥലം. ഈ ഒരു സ്ഥലത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. വിൻഡോസ് എക്സ്പിയുടെ വാൾപേപ്പർ എടുത്തേക്കുന്നത് ഈ ഒരു ലൊക്കേഷനിൽ നിന്നാണെന്നാണ് നമ്മുടെ ഡ്രൈവർ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇഡ്ലി പോലെ ഇരിക്കുന്ന കുന്നുകളായതുകൊണ്ടാണ് അതിന് ഇഡ്ലി മൗണ്ടൈൻ എന്ന പേര് വന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ വരുന്ന വഴിയിൽ ഞങ്ങൾ ഭക്ഷണം കഴിച്ചായിരുന്നു. തീരെ കൊള്ളാത്തൊരു ലഞ്ചായിരുന്നു കേട്ടോ, നമുക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. തമിഴ്നാട് സ്റ്റൈലിലുള്ള ആഹാരമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് നേരെ അവിടെ നിന്ന് വന്നേക്കുന്നത് ഫ്ലവർ ഗാർഡനിലേക്കാണ്. ഇവിടെ ആണെങ്കിൽ ഒരുപാട് നോർത്ത് ഇന്ത്യൻസ് ഉണ്ടായിരുന്നു, ഒത്തിരി വെറൈറ്റി ഫ്ലവേഴ്സൊക്കെ കണ്ട്. പക്ഷേ ഞാനാണെങ്കിൽ എല്ലാ വീഡിയോസൊന്നും എടുത്തിട്ടൊന്നും ഇല്ല. അപ്പോൾ എനിക്കിത് വളരെ വ്യത്യസ്തമായിട്ട് തോന്നിയത് ഈ ഒരു കോളിഫ്ലവർ പോലെ ഇരിക്കുന്ന ഈ ഒരു സംഭവമാണ്, ഈ ഒരു ഫ്ലവർ കണ്ടോ. ഇതിൻ്റെ പേര് കെയിലെന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തോന്നേ ഉള്ളൂ. പിന്നെ അവിടെ ഒരു ഓർഗാനിക് ഷോപ്പ് ഉണ്ടായിരുന്നു, അവിടെ നിന്ന് 1-2 സാധനങ്ങളും മേടിച്ചിട്ട് നേരെ ഞങ്ങൾ മാട്ടുപ്പെട്ടി ഡാമിലേക്കാണ് വന്നേക്കുന്നത്.
അപ്പോൾ ഇവിടെ വന്നിട്ട് ബോട്ടിങ്ങിന് കയറാനാണ് വന്നേക്കുന്നത്. ഏകദേശം ഒരു 4 മണി മേലെ ആയിട്ടുണ്ട്, 4-5 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡ്രൈവർ എല്ലാം പ്ലാൻ ചെയ്താണ് നമ്മളെ കൊണ്ടുവന്നേക്കുന്നത്. മാക്സിമം സ്ഥലങ്ങൾ നമുക്ക് വിസിറ്റ് ചെയ്യുന്ന രീതിയിലാണ് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ മൂന്നാറിൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുള്ളത് കൊണ്ടും നമ്മൾ ഒരു 3 ദിവസം ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് 2 ദിവസത്തെ സൈറ്റ് സീയിങ് ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ സൈറ്റ് സീയിങ് ചെയ്തതിന് 3500ഉം നെക്സ്റ്റ് ഡേ സൈറ്റ് സീയിങ് ചെയ്തതിന് 2000ഉം ആണ് ആയിട്ടുള്ളത്. അങ്ങനെ നമുക്ക് ടോട്ടൽ 5500-നാണ് ട്രാവലിങ്ങിന് മാത്രം ആയിട്ടുള്ളത്, വണ്ടി ബുക്ക് ചെയ്തതിനും ഈ സൈറ്റ് സീയിങ്ങിനൊക്കെ. പിന്നെ അഡീഷണലായിട്ട് നമ്മുടെ റൂമിനുള്ള ചാർജ് 3500 വെച്ചിട്ട് 3 നൈറ്റ്സിന്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബോട്ടിങ്ങിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് സോളാർ ബോട്ടിംഗ് ആണെന്ന് പറഞ്ഞു, സോളാർ ബോട്ടാണെന്നാണ് പറഞ്ഞത് കേട്ടോ. വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വലിയ ബോട്ടാണ്. അപ്പോൾ നമ്മൾ ഒരു ഫാമിലിയായിട്ട് നമ്മൾ കയറിയിട്ടുണ്ട്. പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഭയങ്കര സ്ലോ ആയിട്ട് എനിക്ക് തോന്നി സാധാരണ ബോട്ടിങ്ങിനേക്കാളും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്നൊരു ടീ ഒക്കെ കുടിച്ചിട്ട് നേരെ ഇപ്പോൾ എക്കോ പോയിന്റിൽ വന്നിട്ട്, ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ മാരേജ് കഴിഞ്ഞ സമയത്ത് എക്കോ പോയിന്റിൽ ഹസ്ബൻഡിന് വരണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. പക്ഷെ അന്ന് നമ്മൾ മൂന്നാറിൻ്റെ ഒരു പകുതി പോർഷൻ വന്നിട്ട് തിരിച്ചു പോവാണ് ചെയ്തത്. അപ്പോൾ ഇത്തവണ എന്തായാലും എല്ലാം കവർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ എനിക്ക് ഏറ്റവും നല്ലൊരു മെമ്മറി ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ +2 പഠിച്ചിരുന്ന സമയത്ത് എക്കോ പോയിന്റിൽ വന്ന് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്നിട്ട് എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ വിളിച്ചു പോയി പറഞ്ഞു കേട്ടോ. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഒരു സ്കൂൾ കാലഘട്ടത്തിൽ. അപ്പോൾ ആ ഒരു മെമ്മറി എനിക്ക് ഇവിടെ വന്നപ്പോൾ ഉണ്ടായി. അപ്പോൾ ഹസ്ബൻഡ് ആണെങ്കിൽ ഭയങ്കര കോമഡി ആയിരുന്നു, അവിടെ ഓരോന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതാണ് നിങ്ങൾ വോയിസിൽ കേട്ടത്. പിന്നെ എക്കോ പോയിന്റിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ ഇവിടെ നിന്ന് പറയുന്ന എന്ത് കാര്യവും അതേപോലെ എക്കോ ആയിട്ട് തിരിച്ച് കേൾക്കാനായിട്ട് പറ്റും. പിന്നെ ആമിക്കും ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇവിടെ നിന്ന് ഒരു വിധത്തിൽ ആമി വരത്തേയില്ല, ആമിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. പിന്നെ തിരികെ വരുന്ന വഴിയിൽ ഇവിടെ ഒരു മാനിനെ കണ്ടായിരുന്നു. നമ്മുടെ ഡ്രൈവറാണ് കാണിച്ചു തന്നത്. മലമുകളിൽ മാനിങ്ങനെ പുല്ല് തിന്നുന്നത് കാണിച്ചു തന്നായിരുന്നു. അങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. 6 മണിയോടുകൂടി നമ്മൾ അവിടെ നിന്ന് തിരികെ വന്നു. നമ്മുടെ ചിന്നക്കനാൽ എത്താൻ തന്നെ ഏകദേശം 1 മണിക്കൂർ കൊണ്ട് എത്തുകയാണ് ചെയ്തത്. അപ്പോൾ 7-7:30 ആയി. ട്രാഫിക്കും കൂടി ആയിരുന്നു കേട്ടോ, കാരണം ന്യൂ ഇയർ ആണല്ലോ ഇന്ന് രാത്രി. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വന്നപ്പോൾ നമുക്ക് ഭയങ്കര സർപ്രൈസ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ റിസോർട്ട് ഫുള്ളായിട്ട് ലൈറ്റ് ഇട്ട് അലങ്കരിച്ച് വെച്ചേക്കുന്നുണ്ടോ. ശരിക്കും പറഞ്ഞാൽ റിസോർട്ടിൽ ഇത്രയും ലൈറ്റൊക്കെ ഇട്ട് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര രസമായിട്ട് തോന്നി. ഇന്നലെ കണ്ട ഒരു നൈറ്റ് വൈബ് അല്ലായിരുന്നു കേട്ടോ ഇന്ന്. പിന്നെ ഇതിനിടയിൽ തന്നെ അതേ മഴ ചെറുതായിട്ട് ചാറ്റൽ തുടങ്ങിയിട്ടുണ്ട്. അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെയ്തിട്ടുള്ളൊരു മഴയാണ്. മഴ ഉറച്ചു പെയ്തിട്ടില്ല, പക്ഷേ ചെറുതായിട്ട് ചാറ്റൽ മഴ. അപ്പോൾ അവരവിടെ ക്യാമ്പ് ഫയറിന് വേണ്ടിയിട്ടുള്ള സംഭവമൊക്കെ, വിറകൊക്കെ അവിടെ കൂട്ടി വെച്ചിരുന്നതെല്ലാം നനഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ എന്തോ ടാർപോളിനൊക്കെ ഇട്ട് വിരിച്ച് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം നമ്മുടെ എല്ലാ റൂംസും ഫുള്ളായിട്ടുണ്ട്. എല്ലാ റൂമിലും അക്കോമഡേറ്റ് ആയിട്ടുണ്ട്. ആൾക്കാരെല്ലാവരും വന്നിട്ടുണ്ട്. ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്ത സമയത്ത് ആരും വന്നിട്ടുണ്ടായില്ല, ഞങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണം മേടിച്ചുകൊണ്ട് വന്നായിരുന്നു കേട്ടോ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇവിടെ വന്നിട്ട് ഡിന്നറിന് ഇനിയിപ്പോൾ ഓർഡർ കൊടുക്കാൻ പറ്റത്തില്ല, നേരത്തെ നമ്മൾ ഓർഡർ കൊടുക്കണമായിരുന്നു. അത് മാത്രമല്ല നമുക്ക് ഒരുപാട് റേറ്റാണ് ഇതിനകത്ത് നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ. പുറത്തുനിന്നാകുമ്പോൾ അത്രയും റേറ്റ് വരുന്നില്ലല്ലോ. പിന്നെ ഞങ്ങളൊരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഇതുപോലെ പുറത്ത് വന്ന് നോക്കി ക്യാമ്പ് ഫയർ സ്റ്റാർട്ട് ചെയ്തോന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ എല്ലാം സെറ്റപ്പ് ചെയ്യുന്നതേ ഉള്ളൂ, ആരും തന്നെ പുറത്ത് വന്നിട്ടില്ല. പിന്നെ അതിനായിട്ട് ഒരു 9 മണിയായപ്പോൾ വീണ്ടും വന്നു, അപ്പോഴും ആൾക്കാർ വന്നിട്ടില്ല. 10 മണിയായിട്ടും ആൾക്കാർ വന്നിട്ടില്ല. അതിൻ്റെ ഇടയിൽ ആമി ഉറങ്ങുകയും ചെയ്തു. അപ്പോൾ ശരിക്കും വലിയ 12 മണിക്കാണ് അവർ സ്റ്റാർട്ട് ചെയ്തത്. അവർ നമ്മളോട് പറഞ്ഞത് 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് തുടങ്ങിയത് കേട്ടോ. പക്ഷേ ഞാൻ വന്നിട്ടില്ല, ഹസ്ബൻഡാണ് വന്നിട്ട് വീഡിയോ എടുത്തത്. പിന്നെ ഇവിടെ ഒരു കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ആമി ഒറ്റയ്ക്ക് റൂമിൽ കിടത്തി ഉറക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ആമിയുടെ കൂടെ ഞാൻ ഇരുന്നതാണ് കേട്ടോ. പിന്നെ നല്ല മഴയും പെയ്തതുകൊണ്ട് ഞാൻ എന്തായാലും നനഞ്ഞിനി, എനിക്കിനി പനിയും കൂടെ ആകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. ഞാനും ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഈ വീഡിയോസൊക്കെ കാണുന്നത്. ഞാനിത് ഹസ്ബൻഡിൻ്റെ ഫോണിൽ നിന്ന് എൻ്റെ ഫോണിലോട്ട് സെൻഡ് ചെയ്തിട്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാനും ഇപ്പോഴാണ് ഈ ഒരു വീഡിയോ ശരിക്കും കാണുന്നത്. പിന്നെ ഒരുപാട് ബാച്ചലർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരാത്തത്. അങ്ങനെ ഒരു ബ്ലാക്ക് ഫോറസ്റ്റിന്റെ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് ഒരു 2 പീസ് നമുക്കുള്ളത് അവർ തന്നായിരുന്നു കേട്ടോ. ഇങ്ങനെയായിരുന്നു നമ്മുടെ ഇവിടുത്തെ ന്യൂ ഇയർ. നെക്സ്റ്റ് ഡേ രാവിലെ നമ്മൾ ന്യൂ ഇയറിൻ്റെ അന്ന് എവിടേക്കാണ് പോയത്, എന്തൊക്കെയാണ് ചെയ്തത് എന്നൊക്കെ ഉള്ളത് അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. വീഡിയോ ലാസ്റ്റ് വരെ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.